ഞാനങ്ങനെ മാത്തോരൻ ട്രിപ്പ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക, തുടങ്ങുക. നാളത്തെ വെളുപ്പിനത്തെയുള്ള ഹസ്രത്ത് നിസാമുദ്ദീൻ മറ്റേ ഏതായിരുന്നു ലോക്മാനിൽ ഏതോ ഒരു ട്രെയിൻ മംഗലാപുരം മാംഗ്ലൂർ സംതിങ് ഏതോ ട്രെയിനുണ്ട്, അതിന് കയറാൻ പോകും, എനിക്കറിയത്തില്ല. നമുക്ക് നോക്കാം ഇത് എവിടെ ചെന്ന് എത്തുമെന്ന്. ഞാൻ ഒറ്റയ്ക്കുള്ള യാത്രയാണ്. പേടിയുണ്ടെന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ പേടിയുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, മാസലം പിന്നെ കാണാം. വരുന്ന ഒരിക്കൽ ഇങ്ങനെ കണ്ടുകൊണ്ട് നമുക്ക് പോകാം. ശരിയല്ല. അങ്ങനെ ഞാനിപ്പം ഹസ്രത്ത് നിസാമുദ്ദീനിൽ വന്നിരിക്കുകയാണ്. വെളുപ്പിന് 5:45 എൻ്റെ ട്രെയിൻ. 5:30 5:35 ട്രെയിൻ. ഞാൻ ഇവിടുന്ന് വെളുപ്പിനെ കയറി എന്നിട്ട് നാളെ രാവിലെ എത്തത്തുള്ളൂ. നമുക്ക് നോക്കാം ഇതെവിടെ ചെന്ന് എത്തുമെന്ന്. അപ്പോൾ ശരി, ഞാൻ ഇങ്ങനെ ഓരോരുത്തർ എത്തുമ്പോഴും ഇങ്ങനെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കും. എനിക്കറിയത്തില്ല ഞാനിപ്പോൾ എപ്പോഴും അപ്ലോഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം എന്താ. ശരിയെന്നാ. അങ്ങനെ ഞാനിപ്പം മെട്രോ കയറി ഞാൻ ട്രെയിൻ കയറി. ഇപ്പം നാളെ രാവിലെ ഞാൻ 6:30 പൻവേലിലെത്തും എന്നാണ് തോന്നുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ട്രെയിൻ കയറി രാവിലെ. ഇവിടുന്ന് ഇപ്പം 5:35 ട്രെയിൻ എടുക്കും. ശരിയെന്നാ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുമ്പ് ഇറങ്ങുമ്പോൾ ഇങ്ങനെ മെസ്സേജ് ഇടാം, ഇങ്ങനെ ഓരോ വീഡിയോ ഇടാം. ശരിയെന്നാ. ഇത് ഞാനിപ്പം ട്രെയിനിൽ യാത്ര ചെയ്തപ്പം ഞാൻ ആ സൈഡിൽ നിന്നിട്ട് സീനറി എടുക്കുക. അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പം ഭോപ്പാൽ ക്രോസ് ചെയ്തു. ഭോപ്പാൽ കഴിഞ്ഞിട്ട് ഇപ്പം നാളെ വെളുപ്പിനെ ഞാൻ പൻവേലെത്തും. അതിൻ്റെ ആ ഒരു ഇതാണ് ഇപ്പം ആ സീനറിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നോട് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കാം. ബാക്കി എൻ്റെ ഫോണിൽ നെറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. മീൻസ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കാം മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ. ശരിയെന്നാ. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഞാനിപ്പോൾ പൻവേലി വന്നിറങ്ങിയിട്ട് നല്ല സൂപ്പർ പണിയിട്ട് വെച്ചാൽ ഞാൻ ആക്ച്വലി അവിടെ നിന്ന് വിചാരിച്ചത് അവിടെ നിന്ന് നേരിൽ ലോക്കൽ ട്രെയിൻ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ലോക്കൽ ട്രെയിനിൽ ഒരു തേങ്ങയില്ല. അങ്ങനെ അവിടെ നിന്ന് പുറത്ത് നടന്ന് വന്നിട്ട് ഒരു ബസ്സൊക്കെ ചോദിച്ചാൽ ഇത് കജറത്ത് അങ്ങനത്തെ ഒരു സ്ഥലം പറഞ്ഞു തന്ന് ഇനി ഞാൻ കജറത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ടാസ്ക് കേട്ടോ, കുറച്ചൊക്കെ ടാസ്ക്. ആദ്യമായിട്ട് വരുന്ന പിള്ളേർക്കൊക്കെ ഇത് ടാസ്ക് തന്നെ. നിങ്ങൾ ഈ റീൽസിലും മറ്റേ തേങ്ങയും പറയുന്നത് കൂട്ട് അത്രയും സിമ്പിളല്ല, ഇച്ചിരി ടാസ്ക്കും. ആദ്യമായിട്ട് വരുന്ന പിള്ളേർക്ക് ഇച്ചിരി ടാസ്ക്കാണ്. ശരിയാണ്. ഞാൻ പിന്നെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക വരുമ്പോഴത്തേക്കും. ഹലോ ഗൈസ്, അങ്ങനെ ഞാനിപ്പം പൻവേലിയിൽ നിന്ന് ബസ് കയറി. ബസ് നമ്പർ 49 കജറത്തിലോട്ട്. ഇനി കജറത്തിൽ നിന്ന് എനിക്ക് മാറി കയറണം. കണ്ടക്ടറാണ് കുഴപ്പമില്ല, നല്ല ഹെൽപ്പ് ചെയ്തത്. കാരണം ഞാൻ ചോദിച്ച നല്ല മറുപടി പറഞ്ഞത് കണ്ടക്ടർ കുഴപ്പമില്ല. കണ്ടക്ടർ നല്ല ഹെൽപ്പിംഗ് നേച്ചറുള്ളതാണ്. കണ്ടക്ടർ നല്ല രീതിയിൽ കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞത് അതെനിക്ക് ഭയങ്കര ഇതാണ്. കാരണം എനിക്കൊന്നും മനസ്സിലായിരുന്നു. ഞാൻ വന്നിട്ട് മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. കാരണം പൻവേലി വന്നിറങ്ങി, പിന്നെ പൻവേലി ട്രെയിൻ ഇല്ലെന്ന് പറയുന്നു. പക്ഷേ നിങ്ങൾ റീൽസിലൊക്കെ വേണ്ടി പറയുന്ന ട്രെയിനുണ്ട്, തേങ്ങയുടെ ഒരു വണ്ടിയില്ല. അതിപ്പം ട്രെയിൻ ഇല്ലെന്നാണ് പറയുന്നത്, ലോക്കൽ ട്രെയിൻ ഇല്ലെന്നാണ് പറയുന്നത്. ബസ് പിടിച്ചേ പറ്റുള്ളൂ. ഇപ്പോൾ ഒറ്റയ്ക്ക് വരുന്നിട്ട് വീണ്ടും ഒറ്റയ്ക്ക് വരുന്നവർ റീൽസിന് ഇത് കണ്ടിട്ട് നിങ്ങൾ വരല്ലേ. ഒറ്റയ്ക്ക് വരുന്നിട്ട് ഇങ്ങനെ ചോദിച്ചും പറഞ്ഞിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. സംഭവം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇച്ചിരി പേടിയുണ്ട്. നമുക്ക് നോക്കാം എവിടെ അവസ്ഥ. ശരിയെന്നാ. ഞാനിപ്പോൾ മുംബൈ ലോക്കൽ ട്രെയിനിലുണ്ട്. ഞാൻ ലോക്കൽ ട്രെയിനിൻ്റെ ടിക്കറ്റ് എടുത്ത് നരയിലോട്ട് ടിക്കറ്റ് എടുത്ത് കജറത്തിൽ നിന്ന് ബസ് കയറി. അവിടുത്തെ പൻവേലിയിൽ നിന്ന് ബസ് കയറി കജറത്തി ഇറങ്ങി. കജറത്തിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ടിക്കറ്റ് എടുത്ത് 10 രൂപ ലോക്കൽ ട്രെയിൻ സമയം ഇച്ചിരി സൂക്ഷിക്കണം. മഴ പെയ്തുകൊണ്ട് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കും. കുഴപ്പമില്ല. ഞാൻ എന്തായാലും ഇവിടുന്ന് ട്രെയിൻ കയറിയിട്ടുണ്ട്. ഇനി നരയിൽ പോയിട്ട് ഞാൻ അടുത്ത വീഡിയോ ഇടാം. ശരിയാണ്. ഓക്കെ, ബൈ. നിങ്ങളിത് കാണുക. ഇത് കണ്ടോ? അതായത് ഒന്നും ക്ലിയർ പോലും ആവുന്നില്ല. അമ്മാതിരി ഇത് കണ്ടോ? അതായത് എന്തുവാണെന്ന് പോലും വ്യക്തമാവുന്നില്ല. എൻ്റെ പൊന്നെ, ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് പോവല്ലേ. എനിക്കതാ എൻ്റെ പേടി. ഇതാണ് അതായത് എൻ്റെ പൊന്നെ കുരങ്ങൻ എന്നെ പിടിക്കരുത്. ഞാൻ തന്നെ ഓട്ടിക്കും. കുരങ്ങ അവിടെ കുരങ്ങനുണ്ട്. കുറേ രസമുണ്ട്. മീൻസ് നല്ല ഇതുകൊണ്ടായിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. ഞാൻ എൻ്റെ ഇതൊന്ന് മാറ്റിക്കൊണ്ടു. സോ ഇതാണ് നിങ്ങൾ പറയുന്നത് മാത്തേരാൻ്റെ ഒരു വ്യൂ പോയിന്റ്. ഞാൻ അടുത്തത് വേറെ കാണിച്ചു തരാം. ഞാൻ അങ്ങനെ മീൻസ് ഒരു ഒറ്റയ്ക്കെടുത്ത് ഒരു വീഡിയോ എടുത്തങ്ങ് നടന്നുകൊണ്ടിരിക്കുക. സംഭവം കുഴപ്പമില്ല കേട്ടോ, രസമുണ്ട്. ഇത് കണ്ടോ? ഇതാണ് അവിടുത്തെ. ഞാൻ കുറച്ച് അടുത്ത് കൊടുത്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ? ഇതാണ് മാത്തേരാൻ. കണ്ടോ? ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്നില്ല മൊത്തം സൂം ചെയ്യുമ്പോൾ ഒന്നും വ്യക്തമാവുന്നില്ല. അതുകൊണ്ട് ഞാൻ സൂം കുറയ്ക്കുവാണേ. കണ്ടോ? അതായത് ഒന്നുപോലും വ്യക്തമാവുന്നില്ല. ലൈക്ക് ഇങ്ങനെയാണ് ഇവിടുത്തത്. അതായത് കണ്ടേ, ഒന്നുപോലും വ്യക്തമാവുന്നു. ചുമ്മാ മൂടൽമഞ്ഞ് പിടിക്കുന്നോട്ട്. ഇതാണ് സത്യം ഇപ്പോഴത്തെ മാത്തേരാനിലെ ഒരു വ്യൂ പോയിന്റ്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മൊത്തവും മീൻസ് മൂടൽമഞ്ഞ് അല്ലെങ്കിൽ മഞ്ഞ് കൊണ്ട് മൊത്തത്തിൽ ആയിക്കും. ഒന്നും വ്യക്തവും ക്ലിയർ ആവുന്ന പോലും ഇല്ല. ഞാൻ വീണ്ടും കാണിച്ചു തരാം. ഇത് കണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഒരൊറ്റ ഒന്നുപോലും ക്ലിയർ ആവുന്നില്ല.
ഒന്നുപോലും ക്ലിയർ ആവുന്നില്ല. മൊത്തം മറ്റേ മൂടൽ മഞ്ഞുകൊണ്ട് മീൻസ് ആയിക്കോട്ടെ കേൾക്കുന്ന വേണേൽ സ്വിം ചെയ്യാം. സൂം ചെയ്തൊന്നും കാണാം, സൂം ചെയ്താട്ടെ 10, 9, 25 സൂം ചെയ്യും, ഒന്നും ക്ലിയർ ആവുന്നില്ല, ഒരെണ്ണം പോലും ഇല്ല. ഇതാണ് മാത്തേരാൻ, ദ റിയാലിറ്റി ഓഫ് മാത്തേരാൻ. മണ്ണ പോയി അങ്ങനെ, അതാണ് ആ ഒരു അവിടുത്തെ വ്യൂ. അങ്ങനെ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. കുഴപ്പമില്ല, നല്ല രീതി രസമുണ്ട്. പക്ഷേ അണക്കുന്നുണ്ട്, പറയാതിരിക്കാൻ വയ്യ, നല്ല രീതി അണക്കുണ്ട്. ശരി, ഞാനിനി പോകുമ്പോൾ ഇങ്ങനെ ഓരോരോ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ എന്നാൽ ബൈ ബൈ. ഞാൻ ഒരു മാത്തരനിലുള്ള ഇത് കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്. അതായത് മൊത്തം മൂടൽമഞ്ഞ, മീൻസ് മഞ്ഞിൻ്റെ ഇതാണ്. ആ വഴി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഞാൻ. ഇതാണ് മൊത്തം. എൻ്റെ ഒന്നേ ആണ്ട് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇതാണ് ലൈക്ക് ഈ ഒരു ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതുണ്ട് ഈ മൊത്തം മൂടൽ, ഇതാണ് മൊത്തം അവിടുത്തെ കാട്. ഇത് കണ്ട് ഇപ്പുറത്തെ ഇതാ മാത്തരനിലെ വഴി കൂടെ ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. വ്ളോഗും പിടിച്ച് ഒരു സ്റ്റിക്കും പിടിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. സ്റ്റിക്ക് ഞാൻ വീണ്ടും എടുത്ത് സ്റ്റിക്കിന് ഉദ്ദേശിക്കുന്നത് ഈ പിടിക്കുന്ന, അതായത് ഈ ഫോൺ വെക്കുന്ന ഇതാണ്. വേറൊരു സ്റ്റിക്കുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കുഴപ്പമില്ല, നല്ല രസമുണ്ട്. ലൈക്ക് ഒറ്റയ്ക്ക് പോകുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഓരോ സംസാരിച്ച് പോകുന്നു. ആണ്ടെ ഈർക്ഷ വരുന്നുണ്ടോ? ഈ ഈർക്ഷ ഇത് വീഡിയോ റെക്കോർഡായിരുന്നു. ഇത് ഇങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് വരുമ്പോഴത്തേക്കും ഒരു ഈർക്ഷ വരും. ഈർക്ഷകൾ ഇവരൊക്കെ ഇങ്ങോട്ട് കയറി പോകുന്നത്. അതുകൊണ്ട് അടുത്ത ഈർക്ഷ ഇപ്പോൾ കാണാം, അത് പോയി. ഇങ്ങനെ ഇത് കുഴപ്പമില്ല. ഈ സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്ഥലത്തിൻ്റെ വേറൊരു ഇതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഒറ്റയ്ക്കാകുമ്പോഴത്തേക്ക് ഇച്ചിരി നമ്മൾ പേടിക്കണം. മീൻസ് പുറത്തുള്ള നാടാണ്, മീൻസ് വേറെ നാടാണ്, ഭാഷ വേറേതാണ്. മീൻസ് ഒരു ചെറിയൊരു പേടി വരും നമുക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക്. അപ്പോൾ അതുപോലെ എനിക്കൊരു പേടിയുണ്ട്. ഉള്ള സത്യം, എനിക്ക് ഇച്ചിരി എനിക്കൊരു പേടിയുണ്ട്. എനിക്ക് പൊതുവേ എനിക്ക് പേടി കൂടുതൽ ടൈപ്പാണ്. ഒറ്റയ്ക്ക് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഒരു പേടിയുണ്ട്. പക്ഷേ ആകെപ്പാടെ ഒരു ആശ്വാസം എന്ന് പറയുന്നത്, ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകാം, നമുക്ക് വീഡിയോ എടുത്ത് സംസാരിച്ചുകൊണ്ട് പോകാം. പക്ഷേ ഞാൻ വേറെ ആരെയും കൂടുതൽ പരിചയപ്പെട്ട് കൂടുതൽ വീഡിയോ ഒന്നും എടുത്തത്. കാരണം എനിക്കൊരു മീൻസ് അങ്ങോട്ട് പോയി മിണ്ടാനുള്ള എനിക്കൊരു പേടിയുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ കൂടുതൽ വീഡിയോ എടുക്കാഞ്ഞതിന്. ഞാൻ ജസ്റ്റ് ഈ ഇവിടുത്തെ അത് കണ്ടോ, ഇതാണ് മൊത്തം മൂടൽമഞ്ഞ്. ഇത് കണ്ടോ, ആകാശത്ത് നോക്കൂ, നിങ്ങളിത് കാണുക. ഇത് കണ്ടോ, മാത്രമല്ല ക്ലൈമാറ്റ്. ഇതാണ് മൊത്തം മഞ്ഞ്, അതായത് ഫുൾ മഞ്ഞിൻ്റെ എക്സ്ട്രീം പീക്ക് ലെവല്. അങ്ങനത്തെ ഇതാണ്. ഇത് കണ്ടോ, അതായത് ഒന്നും വ്യക്തമാവുന്നില്ല. അതാണ് ഞാൻ മീൻസ് ഇത് ഫുള്ള് മറ്റേ മഴ പെയ്യുന്നുണ്ട്. മഴയത്താണ് ഇത് അവിടുത്തെ കാടുകളാണ് മൊത്തത്തിൽ. ഓക്കെ, ഒരു വിധത്തിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറേയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോ വേറൊരു കുഴപ്പം, ഇവിടെ നെറ്റില്ല. നെറ്റിന് എന്താ മീൻസ് പേയ്മെൻറ്റ് പോലും മൊത്തം ഓഫ്ലൈൻ. അതുകൊണ്ട് നെറ്റിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഇതാവശ്യം. ഇത്രയ്ക്കും ദൂരമുണ്ട്, ഇത്രയ്ക്കും മണ്ടയ്ക്കല്ല, ഇത്രയ്ക്കും ദൂരം ഉണ്ടാക്കിയായിരിക്കാം നെറ്റില്ലാത്ത. ഇനിയിപ്പോൾ ഈ വീഡിയോസ് എല്ലാം എനിക്ക് ഇടാൻ പറ്റുന്നത് ഞാൻ എന്നെക്കൂടെ പറ്റുന്ന രീതി വീഡിയോ എടുത്തെടുത്ത് ഞാൻ ആക്ടിവിറ്റി വിടുന്നുണ്ട്. 3-4 വീഡിയോ എടുത്തു, അത്രയ്ക്കും മതി. എന്താ ഇത്ര ഇവിടെ ഒറ്റയ്ക്ക് ഇവിടം വരെ വന്നില്ലേ, കാരണം അത്രയും റിസ്ക് എടുത്തു. എവിടെ നിന്നൊക്കെ ഞാൻ വന്നത്, നിസാമുദ്ദീൻ നേരെ പൻവേലിൽ നേരെ ട്രെയിൻ എന്ന് പറഞ്ഞ സാധനം ഓടുന്നില്ല. എന്താ ഞാനൊക്കെ ആലോചിക്കുന്നത്, ഈ റീൽസിൽ ഇവന്മാർക്ക് എന്ത് തള്ളുന്നത്, ഇരുത്തി അങ്ങ് മറിക്കുക. പൻവേലി വന്നാൽ കിട്ടും, കിണ്ടി ഒരു മണ്ണാങ്കട്ടേ ഇല്ല. അവിടുന്ന് പൻവേലി സത്യം പറഞ്ഞാൽ കജറത്തിൽ നിന്ന് ഒരു ബസ്, കതിരത്തിൽ നിന്ന് മറ്റേ നേരിൽ 2 സ്റ്റോപ്പ്. പക്ഷേ അത് 2 സ്റ്റോപ്പേ ഉള്ളൂ. എനിക്ക് വേറൊരു കാര്യം പറയാം, എനിക്ക് നേരിൽ അതിന് മുമ്പേ പറഞ്ഞു, പക്ഷേ അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. മീൻസ് നല്ല ആൾക്കാരുണ്ട്, എല്ലാവരും അങ്ങനെ ആവില്ല, ഇവർ നല്ല മീൻസ് സഹായിക്കാൻ മനസ്സുള്ള അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. അപ്പോൾ ശരി, എന്തായാലും ഞാൻ വീഡിയോ നിർത്തുക, കുറേ ആയി. മാത്തരൻ്റെ ഇത് മീൻസ് ആ ഒരു ഇതുണ്ടോ, മൊത്തം മഞ്ഞും ആ മഴ, ഇതൊക്കെ മാത്തേരാണ്. ഇതൊക്കെ ഇത് ഫുള്ള് മാത്തേറാൻ, റിയൽ മാത്തേരാൻ. പറ്റി അയ്യോ കൊല്ലല്ലേ. ഇങ്ങനെ റിക്ഷകളൊക്കെ വരും, പക്ഷെ അതിന് നല്ല ചാർജായിരിക്കും. അല്ലാത്ത ഒട്ടുമിക്ക ആൾക്കാർ നടന്നേ പോകത്തുള്ളൂ. റിക്ഷയൊക്കെ മറ്റേ ബോൺമുത്തെ ഗോൾഡൻ സ്പൂൺ അങ്ങനത്തെ ആൾക്കാർക്ക്, മിഡിൽ ക്ലാസ് ഫാമിലി ഒന്നും നടന്നേ പോകത്തുള്ളൂ. നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുന്നവർ, അത്രയേ ഉള്ളൂ, സിമ്പിൾ. നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുന്നവർ, അപ്പോൾ നമ്മൾ നടന്നു പോകും. അങ്ങനൊന്നുമില്ല ഞാൻ പറഞ്ഞാൽ. ഇപ്പോൾ വേണ്ട, ഇനി ട്രോളം എൻ്റെയൊക്കെ വീഡിയോ ആര് കാണാനാണ്, വേണ്ട, ഒന്നുമില്ല, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഒട്ടുമിക്ക ആൾക്കാർ നടന്നേ പോകത്തില്ല. അല്ലാതെ മീൻസ് വണ്ടിയിൽ പോകും, വണ്ടിയിൽ മീൻസ് എൻ്റെ ഓക്കെ. ഞാൻ ആ ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ ഇപ്പം നമ്മളിനി വല്ലതും പറഞ്ഞു പറഞ്ഞാൽ അതിന് വലിയ ഇതുണ്ടാക്കണം, അതിൻ്റെ ഒരു ഇത് വെച്ച് നടക്കണം. കുഴപ്പമില്ല സംഭവം, ഞാൻ കുഴപ്പമില്ല, ഒറ്റയ്ക്ക് പോകുന്നതാണ്. എനിക്കറിഞ്ഞപ്പോൾ ആരൊക്കെയോ പുതിയ പിള്ളേരാണ്. എന്നിരുന്നാലും രസമുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. യാത്ര എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് കുഴപ്പമില്ല. പിന്നെ ഒറ്റയ്ക്കായതുകൊണ്ട് ഒരു ചെറിയ പേടിയുണ്ട്, അത് മാത്രം. അങ്ങനെ ഞാനിപ്പോൾ മാത്തരനിലാണ്. ഞാൻ ആക്ച്വലി ഇവിടുന്ന് മീൻസ് സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, കൊള്ളാം, രസമുണ്ട്. ഇത് കണ്ടോ, ഇത് കണ്ടോ, അത് എത്രയ്ക്കും മഞ്ഞ് പോലത്തെ സാധനം ഇങ്ങനെ കയറി കിടക്കുക.
മൂടിയിട്ടേക്കുക. ഞാൻ ബാക്കിലത്തെ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഇത് മറ്റേ ലൈറ്റ് ഓൺ ആവുക. മീൻസ് അത്രയ്ക്കും ഇരുട്ടെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് കണ്ടോ. ഞാൻ ഒന്നുകൂടെ എടുത്ത് കാണിച്ചുതരാം. ഇതാണ് മാത്തേരാൻ. ഓൾമോസ്റ്റ് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എടുത്തു. ഞാൻ തിരിച്ച് കയറുക. മീൻസ് ലൈക്ക് ഒറ്റയ്ക്ക് യാത്ര ഭയങ്കര പാടാം. കുറച്ച് നമ്മൾ പേടിക്കുകയൊക്കെ മീൻസ് ഒരു ചെറിയ പേടി, ഒരു വല്ലാത്തൊരു ഇതാണ്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് ഇച്ചിരി നമ്മളെല്ലാം ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യണം. അതൊക്കെയാണ് ഭയങ്കര പാട്. ഇപ്പോൾ കൂട്ടം ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് കൂട്ടത്തോടെ പോവാം. എന്തായാലും ശരി, ഞാൻ ഇത്രയും ചെയ്യുന്നുള്ളൂ. എന്തായാലും തിരക്കി ഓടുന്നു. ഞാൻ പോയി പിന്നെ കഴിക്കണം. എനിക്ക് പല്ല് വെച്ചിട്ടില്ല, ദിവസങ്ങളായി. ശരി എന്നാൽ ഓക്കെ, ബൈ ബൈ. ഇതാണ് അടുത്തൊരു വെള്ളച്ചാട്ടം. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഗസ്റ്റ്, അതെ ഞാൻ തന്നെ. ഇതാണ് അവിടുത്തെ വെള്ളച്ചാട്ടം. ഒറ്റയ്ക്ക് ഓടുമ്പോൾ ഇങ്ങനെ ഭയങ്കര പാടുണ്ടോ. വെള്ളച്ചാട്ടത്തിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. നല്ല മഴയും പെയ്യുന്നുണ്ട്. ഈ കൂടുതൽ നിൽക്കാൻ പറ്റില്ല. ഞാൻ എന്തായാലും ഇവിടെ കുരങ്ങന്മാരൊക്കെ ഉണ്ട്. നല്ല മഴയും പെയ്യുന്നുണ്ട്. ഞാൻ കൂടുതൽ നിൽക്കുന്നില്ല. ഞാൻ എന്തായാലും കട്ട് ചെയ്യും. ഓക്കെ ശരി, ബൈ ബൈ. നല്ല മഴയുണ്ട്. ഞാൻ തന്നെ ഇവിടെ നിൽക്കുക. മീൻസിലേക്ക് എനിക്ക് ഒട്ടും സമയമില്ല. ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് രീതിയിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും ക്ലിയർ ആവുന്നില്ല. ഇപ്പോൾ എടുത്തിട്ടും കാര്യമില്ല. ഇതാണ് ആ പോയിന്റ്. ഒരു ഇത് കാണാൻ ഇതുണ്ടോ, ഒരു തുള്ളി പോലും ക്ലിയർ ആവത്തില്ല. ഒന്നും ക്ലിയർ ആവത്തില്ല. ഫുള്ളി മൂടൽ മഞ്ഞുപോലൊക്കെ എടുക്കുക, വേറെ ഒന്നുമില്ല. ഇത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഞാൻ ഇവിടുന്ന് അപ്പുറത്തോട്ട് പോകാൻ പോവുക. ഇതൊക്കെയാണ് ഇവിടുത്തെ ഓരോ വ്യൂ പോയിന്റ്സും, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇത്. ഞാൻ കൂടുതൽ എടുക്കുന്നില്ല. ഓക്കെ ശരി. ഞാൻ മറ്റൊരു ആ ഒരു വ്യൂ പോയിന്റ് ഇടാക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ മാത്തേരാനിലുള്ള ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ഞാനത് വ്യൂ പോയിന്റ് മീൻസ് താഴ്ത്തു. ഞാൻ കയറി വന്നപ്പോഴത്തേക്ക് കണ്ട ഒരു സാധനം കണ്ടായിരുന്നു. പിന്നെ ഞാനത് വിട്ടുപോയി. എനിക്ക് തോന്നിയില്ല. നമുക്കെന്തായാലും അത് തിരിച്ച് ഞാൻ പോയി നോക്കട്ടെ, എന്ത് സംഭവം ഒന്ന് നോക്കിയിട്ട് ഞാൻ മീൻസ് വീഡിയോ കറക്റ്റ് അതേപോലെ ഞാൻ വീഡിയോ എടുത്ത് മീൻസ് ചെയ്യാം. പക്ഷേ എനിക്ക് എന്നെ കൊണ്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, എനിക്കറിയത്തില്ല. കാരണം ഇവിടുത്തെ ഏറ്റവും മെയിൻ സീൻ എന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര നെറ്റ്വർക്ക് ഇഷ്യൂ ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഇവിടുത്തെ വേറൊരു സീൻ ഞാൻ മനസ്സിലാക്കിയെടുത്തത്. നോക്കാമെന്ന് ഞാൻ ഇങ്ങനെ വീഡിയോ ആരോ സീറ്റ് വിളിക്കുന്നത്. യാദർശികമായി ഞാനിപ്പോൾ ഒരു കുരങ്ങനെ കണ്ടു. എനിക്ക് പേടിയായി. സൈഡിൽ കൂടെ കറങ്ങി കുരങ്ങൻ നമ്മുടെ സാധാരണ അങ്ങനത്തെ ഒരു വെറൈറ്റി പോലത്തെ പറയും. എനിക്കറിയത്തില്ല, എനിക്ക് പേടിയുണ്ട്. ചെറുതായിട്ട് പേടിയെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കാൻ എന്തായാലും. ശരിയാണ്, ഞാൻ ബാക്കി പിന്നെ പറയാം. നിങ്ങളിത് കാണുക. ആരെങ്കിലും വിശ്വസിക്കൂ. ഇവിടുത്തെ ഇതുണ്ട്. പക്ഷേ നല്ല സാധനം വേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല വേസ്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് മണ്ടക്കത്. എന്നെ കൊണ്ട് മാക്സിമം ഇത്ര കൈവക്കാൻ പറ്റത്തില്ല. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. മീൻസ് ഫുള്ളി ഒന്നും കാണാൻ പറ്റത്തില്ല. മീൻസ് ക്ലിയർ ഒരു ഫേസ് പോലും ക്ലിയർ ആവത്തില്ല. അമ്മാതിരി ഇതാണ് എന്നെ മീൻസ് ഇത് കണ്ടു. ഞാൻ അതുകൊണ്ട് ഇപ്പം തന്നെ പോയി പദ്ധതി തളർന്നു എന്ന് ചോദിച്ചാൽ തളർന്നില്ല ചോദിച്ചാൽ തളർന്നില്ല. കുഴപ്പമില്ല. എന്തായാലും നമുക്ക് ഇവിടുന്ന് വിചിരിച്ച് കാണാം. ഓക്കെ എന്നാ. അതുകൊണ്ട് അടുത്ത മാത്തേരാനിലുള്ള കുട പിടിച്ചിട്ടൊക്കെ നല്ല പാടാം വീഡിയോ എടുക്കാൻ. അതായത് പിള്ളേർക്ക് മീൻസ് നോർമൽ ടോൺ ഇതല്ല, നല്ല റിസ്ക് ഉണ്ട്. ഒരു കുടയും പിടിച്ച് മറ്റേ കഴുത്തിൽ ബാഗും ഇട്ട് കയ്യിലൊരു ബാഗും ഉണ്ട്. ഇതെല്ലാം കൂടെ വെച്ചൊരു വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞാൽ നല്ല ഇത് കണ്ടോ മാത്തേറാൻ. ഞാൻ സൂം ചെയ്യാൻ നോക്കാം. മാത്തേറാൻ എൻ്റെ ഇതാണ് മാത്തേറാൻ. ഞാൻ അത്രയും സൂം അടിച്ചുകൊണ്ടാണ് അത്രയും വന്നത്. ഇതാണ് മാത്തേറാൻ. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നല്ല റിസ്ക്. ഒറ്റയ്ക്ക് ഒരു വീഡിയോ എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു കുടയും പിടിച്ചുകൊണ്ട് ബാഗും ഇട്ടുകൊണ്ട് ഇങ്ങനെ നടക്കാൻ വെച്ചാൽ നല്ല റിസ്ക്, നല്ല പാടുള്ളതാണ്. ഇതും ഈ ക്ലൈമറ്റിന് നല്ല ഇതുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ രസമുണ്ട്. കാരണം നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ സ്ഥലങ്ങൾ കാണാം, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരെ കാണുന്നില്ല. എനിക്ക് പേടി, അതുകൊണ്ട് ഞാൻ കൂടുതൽ മിണ്ടാൻ പോകത്തില്ല ആൾക്കാരുടെ അടുത്ത്. കുഴപ്പമില്ല, രസമുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു സംഭവം. അപ്പം ഞാൻ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത എപ്പോഴും വീഡിയോ പറ്റുമെങ്കിൽ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. ശരിയെന്നാ. അങ്ങനെ ഞാനിപ്പോൾ മാത്തേരാനിലെത്തി. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഭവം കുഴപ്പമില്ല, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്നുണ്ട്. കുറച്ച് ടാസ്കുകളൊക്കെ ഉണ്ടായിരുന്നു നടക്കാൻ വേണ്ടിയൊക്കെ. ഇവിടം വരെ എത്താൻ വേണ്ടി നല്ല ടാസ്കുകളുണ്ടായിരുന്നു. പക്ഷേ എല്ലാം ഞാൻ തരണം ചെയ്ത് ഇവിടം വരെ എത്തിയാണ്. ഞാൻ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇങ്ങനെ എനിക്ക് ഏറ്റവും എന്തൊക്കെ എനിക്കറിയത്തില്ല. ഓക്കെ, ഞാൻ ടാസ്ക് മൊത്തത്തിൽ ഫസ്റ്റ് പറയാം. ഞാനങ്ങനെ ഫസ്റ്റ് ഡൽഹിയിൽ നിന്ന് കയറി എവിടെ ഇറങ്ങിയത്? പൻവേലിൽ നിന്ന് കജറത്തി വന്ന് കജറത്ത് ബസ്സിലാണ് വരേണ്ടത്. പൻവേലിയിൽ നിന്ന് കജറത്ത് 34 രൂപ. പിന്നെ കജറത്തിന്ന് എങ്ങനെ കജറത്തിന്ന് എനിക്കൊരു നല്ലൊരു ഈ യാത്രയിൽ എനിക്ക് കുറച്ച് നല്ല ആൾക്കാരെയും കിട്ടി. കുറച്ച് കള്ളന്മാർ, സത്യം മുള്ള അനുമാരെ കള്ളന്മാർ ശരിക്കും ഭയങ്കര കള്ളന്മാരുണ്ട്. ആ ലോക്കൽ ജനറൽ കമ്മിറ്റിൻ്റെയൊക്കെ മൊത്തം കള്ളന്മാരാണ്.
നമ്മളെയൊക്കെ ഒരുമാതിരി വേറെ കണ്ട് അങ്ങ് നോക്കുക. ചിലപ്പോൾ എൻ്റെ വേണ്ട ആണെന്നൊന്നും പറഞ്ഞു. അങ്ങനത്തെ ഒക്കെ നല്ല ആൾക്കാരും ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എനിക്ക് നേരിൽ വെച്ച് ഒരു നല്ലൊരു ആളിനെ കിട്ടി. ആളിനെ കറക്റ്റ് ഗൈഡ് ചെയ്ത് അങ്ങനെ നടന്നു പോയി. സംഭവം ഞാനിപ്പോൾ കയറി എന്തായാലും ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ വെള്ളം കാണിച്ചിട്ട് കണ്ടോ, ഇതാണ് മാത്രമല്ല വെള്ളം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞാൻ ഇവിടെ മീൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെള്ളത്തിൻ്റെ അയ്യേരികളിയാണ്. ആണ്ടെ മാത്തേരാൻ വെള്ളം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. എൻ്റെ ഫോൺ അടിച്ച് പോകുമെന്ന് എനിക്കറിയത്തില്ല. അണയ്ക്കാൻ തുടങ്ങി കേട്ടോ. നടപ്പിൽ അറിയാനുണ്ട്. ഞാൻ ഇനി ഇടയ്ക്കിടെ ഓക്കെ വേറൊരു പണി കിട്ടിയത്, ഇവിടെ ഓൺലൈൻ നടക്കത്തില്ല, ഓഫ്ലൈൻ നമ്മുടെ കയ്യിൽ പൈസ വേണം. എനിക്ക് അവിടെ എനിക്ക് ഓരോരുത്തരും സഹായിച്ച്. അവിടെ അതായത് ഞാൻ നാട്ടിൽ നിന്ന് ഇവിടെ നേരിൽ നിന്ന് ക്യാബ് പിടിച്ച് ക്യാബിന് 120 രൂപ. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ ഇതില്ല, ഓൺലൈൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവൻ പറഞ്ഞൊക്കെ ചെയ്തെന്ന് പറഞ്ഞു. പക്ഷേ ഓൺലൈൻ എത്ര നോക്കിയിട്ടും ചെയ്യാൻ പറ്റുന്നില്ല. ലാസ്റ്റ് കാറിനകത്ത് അവർ മീൻസ് കൂടെ യാത്ര ചെയ്ത് നിർത്തുന്നുണ്ടായിരുന്നു. അവനെനിക്ക് വൈഫ് ഹോട്ട്സ്പോട്ട് തന്നു. അങ്ങനെ അപ്പോഴത്തേക്ക് കയറാൻ ചെയ്ത് കൊടുത്തു. പിന്നെ രണ്ടാമത് എൻട്രി ടിക്കറ്റ് സീറ്റ് എന്ന് ചോദിച്ചാൽ ഓൺലൈൻ നടക്കത്തില്ല. കാരണം ഇവിടെ നിന്ന് ഓൺലൈൻ എന്തോ പ്രശ്നമുണ്ടോ, എന്തോ നെറ്റ്വർക്ക് ഒന്നും കിട്ടത്തില്ല. അങ്ങനെ എന്തോ തേങ്ങ വാങ്ങി എന്തോ ഉണ്ട്. എല്ലാം ഓഫ്ലൈൻ. അവിടെയും ആ പഴയ ചെറുക്ക, അതായത് മറ്റേ ക്യാബിന് വെച്ച് എനിക്ക് ഹോട്ട്സ്പോട്ട് തന്നെ അവന് 50 രൂപ തന്നെ. എന്നിട്ട് ഞാൻ അണയ്ക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ അവൻ്റെ നമ്പർ വാങ്ങിച്ചു. ഞാൻ അവന് പൈസ ഇട്ടു. ഞാൻ പറഞ്ഞ് താഴെ ഇറങ്ങുമ്പോൾ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് അവൻ്റെ നമ്പർ വാങ്ങിച്ചിട്ടുണ്ട്. ആ നമ്പർ ഇട്ടോ, മോശമായിരുന്നു, ഇട്ട് കൊടുക്കണം. അവിടെ അണയ്ക്കുന്നുണ്ട് കേട്ടോ, നടക്കാനുണ്ട് സംഭവം. എന്തായാലും ഞാൻ രസത്തും കൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ടേ ഇത് ഒന്നേ പറയാനുള്ളൂ. എന്നെ കൊണ്ട് അപ്ലോഡ് ചെയ്യാൻ എനിക്കറിയത്തില്ല. ഞാൻ ഏത് കാലത്ത് അപ്ലോഡ് ചെയ്യുന്നത്. കാരണം ഞാൻ അങ്ങനെ പറയാൻ കാരണം ഇവിടെ നെറ്റില്ല, എൻ്റെ ഫോണിൽ നെറ്റ് കിട്ടുന്ന പോലുമില്ല. എന്തെങ്കിലും പൈസ വേണമെങ്കിൽ നമ്മൾ വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നുള്ള മീൻസ് കൈ, അതാണ് അതിൻ്റെയൊക്കെ പ്രശ്നം. കുഴപ്പമില്ല, നല്ല രീതിയിൽ ഞാൻ പോകുന്നുണ്ട്. എന്തായാലും നമുക്കിത് എവിടെ വെച്ച് കാണാം എന്ന് പറഞ്ഞിട്ട് ബൈ. മാത്തരെല്ലാം നടന്ന വഴിയിൽ കൂടെ ഇങ്ങനെ വെള്ളം പൊക്കോണ്ടിരിക്കുക. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാഴ്ച ഇപ്പോഴത്തെ. ഈ വെള്ളം മൊത്തം മാത്രമേ ഇത് കേട്ടോ. ഇത് ഇവിടുത്തെ ഇത് മൊത്തം വെള്ളം പൊക്കോണ്ടിരിക്കുക. ഇതാണ് ഒറ്റയ്ക്ക് യാത്ര ചെയ്തതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഞാൻ കണ്ടുപിടിച്ചത്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ സംസാരിച്ച് നടന്നുകൊണ്ട് പോകാൻ കുഴപ്പമില്ല. ഒരു ഇത് കിട്ടത്തില്ല. ലൈക്ക് നമുക്ക് എന്താ പറയുക ചിലപ്പോൾ ഒരു നോർമൽ സോണിൽ അങ്ങ് വെച്ച് ഇവിടെ പൊക്കോണ്ടിരിക്കും. പക്ഷേ ഒറ്റയ്ക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ നടന്നു പോകാം. മീൻസ് ഒരു സംസാരിച്ച ഇങ്ങനെ നീങ്ങാം. കുഴപ്പമില്ല, എനിക്കിഷ്ടപ്പെട്ടു, രസമുണ്ട് സംഭവം. ഒരു സ്റ്റിക്ക് കൊടുത്ത് ഞാൻ സ്റ്റിക്കെന്ന് ഉദ്ദേശിച്ച് ഈ സ്റ്റിക്കാണ്, മൊബൈലിലൂടെ ഈ സ്റ്റിക്കാണ്. ഒരു സ്റ്റിക്ക് കൊടുത്തൊരു വീഡിയോ മീൻസ് ഫോൺ എടുത്ത് നടന്നാൽ മതി. സംഭവം സ്ഥലം എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. ഒരൊറ്റ കുഴപ്പം മാത്രം അണയ്ക്കുന്നുണ്ട്. ചിലപ്പോൾ ശരീരത്തിൻ്റെ ആയിരിക്കാം. എനിക്കാകെ 48 കിലോയേ ഉള്ളൂ. സോ അതിൻ്റെ ഒരു പരിമിതികളുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. എന്തായാലും സ്ഥലം എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഏത് കാലത്ത് വീഡിയോ ഇടുന്നു അന്നത്തെ കാലത്ത് പറ്റുന്ന രീതിയിൽ എല്ലായിടത്തും വീഡിയോ ഇടുന്നു. ഞാൻ പറ്റുന്ന ഇഷ്ടംപോലെ വീഡിയോ എടുക്കുന്നുണ്ട്. ഇതിന് ഏതൊക്കെ കാലത്ത് എന്തായാലും താഴെ ഇറങ്ങി വീട്ടിൽ ചെന്നിട്ട് സോഷ്യൽ മീഡിയ ഇടാൻ പറ്റത്തില്ല. ഇവിടെ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ നെറ്റില്ല. മാക്സിമം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കുക, ഫോണിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഞാൻ കുറങ്ങനെ കാണില്ല. ഞാൻ ചോദിച്ചു നോക്കാം, അവൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം, വീഡിയോ എടുത്തോട്ടെന്ന്. ഭയ്യ ഏക്ക് വീഡിയോയില്ലല്ലോ. ഇതാണ് കുതിര. കൊള്ളാം, വലിയ രസമുണ്ട്. ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഞാൻ കുതിരയെ കണ്ടു. അടുത്തത് അടുത്ത അവൻ തെറി വിളിക്കുമെന്ന് അറിയത്തില്ല എനിക്ക്. ഇങ്ങനെയാണ് ഇവിടെ ഈ റിക്ഷ പരിപാടിയുണ്ട്. ഈ റിക്ഷയുണ്ട്, കുതിരസവാരി ഉണ്ടവർക്ക് കുതിരസവാരിയുണ്ട്. മീൻസ് കുഴപ്പമില്ല, നല്ല രീതിയിൽ അടിച്ചു പിടിച്ച് പോകുന്നുണ്ട്. നല്ല രസമാണ്. വെള്ളം മാത്രമല്ല മൊത്തം വെള്ളം. ഇത് കേട്ടോ, ഇത് നടക്കുന്ന വഴികളാണ് മൊത്തം. ഇത് ഫുള്ള് മാത്രമല്ല നടക്കുന്ന വഴികളാണ് ഞാൻ കണ്ടിരിക്കുന്നത്. വെള്ളം കേട്ടോ, ഇത് കേട്ടോ. ഇതൊക്കെയാണ് ത്രില്ല്. ഇനി ഏത് കാലത്തും ഞാനിത് വീഡിയോ എടുത്തിട്ട് കയറി ഞാൻ ചുമ്മാ എടുത്ത് എന്തെങ്കിലും സംസാരിച്ചിട്ട് പോവുക. ഇത് ട്രോളാവുമെന്ന് സംഭവം ഒന്നും പറയുന്നില്ല. കാരണം അണയ്ക്കുന്നുണ്ടോ സംസാരിച്ചുകൊണ്ട്. കുറച്ച് 10 മിനിറ്റ് ബ്രേക്ക് എടുക്കാം, മതി. ഇതാണ് ഞാൻ വീണ്ടും വീഡിയോയിലിട്ട് വന്നിട്ട്. ഇതാണ് മാത്രമല്ല മറ്റേ വെള്ളം ഒഴുകുന്നത്. ഞാൻ ആദ്യം കയറി വന്നപ്പോഴത്തേക്ക് താഴെ ഒരു സ്ഥലം കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ചങ്ങോട്ട് പോകും. അവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കാൻ പോയി എന്തോ സംഭവം അത് നോക്കാൻ വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് അവിടുത്തെ വെള്ളമൊക്കെ. ഞാൻ ഇവിടെ വേറൊരു വ്യൂ പോയിന്റ് അടിച്ചു കണ്ടോണേ. ഇത് എങ്ങനെ കാണാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഞാൻ വേറൊരു നല്ല രസത്തിൽ ഞാൻ ശ്രമിച്ചു നോക്കാം.
താണ്ട മാത്രേൻ്റെ അടുത്ത വ്യൂ. അതായത് കുഴപ്പമില്ല സംഭവം, ചെറുതായിട്ട് മഴയുണ്ട്, കുഴപ്പമില്ലാത്ത രീതിയിൽ നീങ്ങിക്കൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രസമുണ്ട് മീൻസ്. ഓക്കെ ഓക്കെ. ഇതിനകത്ത് വേറൊരു കുഴപ്പം, ഒറ്റയ്ക്കാകുമ്പോൾ കുറച്ചൊക്കെ മടുക്കും, പക്ഷെ ഒറ്റയ്ക്ക് കുഴപ്പമില്ല, തട്ടിമുട്ടി നീങ്ങി പോവുകയും ചെയ്യാം. ഒറ്റയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുത്ത് സംസാരിച്ചുകൊണ്ട് അങ്ങ് പോകുമ്പം സമയം പോവും, പക്ഷേ എന്നാലും ഒരു ചെറിയ ഇത് വേണം, ഒരു മീൻസ് ഓക്കെ. എനിക്കൊരു ചെറിയ പേടിയുണ്ട്, അതാണ് ഏറ്റവും വലിയ വേറെ കുഴപ്പം. കാരണം നമ്മൾ ഈ ഒറ്റയ്ക്ക് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെ മുന്നോട്ട് നീങ്ങുമെന്നുള്ള ഒരു ചെറിയ പേടി, അത് നോർമൽ വരുന്നതാണ്. ഞാനിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ഇത് കട്ട് ചെയ്യാം, ഞാൻ പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വീഡിയോ എടുക്കാം. അവിടെ പിടിച്ചിട്ട് നിൽക്കാൻ ഭയങ്കര പാടാണ്. അങ്ങനെ ഞാൻ എൻ്റെ യാത്രയെല്ലാം കഴിഞ്ഞു. ഞാനിപ്പോൾ തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുക. ഞാൻ തിരിച്ച് ട്രെയിനിൽ കയറി. ഞാൻ ഇവിടുന്ന് ഇപ്പം ഇവിടെ CST കയറിയത്. ഞാൻ നാളെ ഡൽഹിയിലെത്തും. രാത്രി 8:30 ഞാൻ എത്തും. കുഴപ്പമില്ല, യാത്ര നല്ല രീതിയിൽ പോയി. ഞാൻ അധികം അടിച്ചോടിച്ചില്ല, ജസ്റ്റ് ഇന്ന് രാവിലെ വന്നിറങ്ങി, ജസ്റ്റ് 2-3 മണിക്കൂർ കറങ്ങി. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലെടുത്ത് ഞാൻ പോയി. മീൻസ് മാക്സിമം പറ്റുന്ന തന്നെ ഒറ്റയ്ക്ക് എവിടെയൊക്കെ പോകാൻ പറ്റുമോ അവിടെയൊക്കെ ഞാൻ പോയി. പിന്നെ ജസ്റ്റ് ഒറ്റയ്ക്കായിട്ട് പിന്നെ മടുത്തില്ലേ, പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ഒരു ഇതില്ല. അതുകൊണ്ട് പിന്നെ ഞാനിന്ന് വൈകിട്ട് തന്നെ തിരിച്ച് കയറി. അപ്പം അത്രേ ഉള്ളൂ. ദാറ്റ്സ് ദ വേറെ ശരിയാണ്. എനിക്ക് സമയം കിട്ടും പിന്നെ ഞാൻ വീഡിയോ എടുക്കാം. അപ്പോൾ ശരി, ബൈ ബൈ.